അസ്സലാമലൈക്കും. നമ്മളിന്ന് ബീഫ് അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം സൂപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. 1-2 വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ വേവ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്തായാലും ഹാഫ് കുക്കാക്കി എടുത്തിട്ട് നമുക്ക് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എണ്ണയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബീഫ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ എത്രാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യണോ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ. നമ്മൾ വേവിക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഉപ്പ് ചേർത്തിട്ടാണെങ്കിലും അത് വെള്ളത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മുളക് പൊടിയും ഇങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലായാലും പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. സാവധാനം ഇങ്ങനെ ഞെരിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. സിമ്മിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് അത് ഐസിങ് ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ അച്ചാർ തയ്യാറാക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഓർഡറാണ്. നമുക്ക് ഉണ്ടാക്കുക എന്നല്ലാതെ പുറത്തൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു. അത് കുറച്ചൊന്ന് ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ എണ്ണ ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ കൂട്ടുന്ന സമയത്ത് കറിവേപ്പില വേസ്റ്റ് ആവില്ല. അതിൽ അച്ചാറിൽ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഞാനൊരു 1/4 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചി ഒരു 2 പീസ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്തതാണ് കേട്ടോ. നമ്മൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുത്താൽ മതി. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അനുസരിച്ച് ഇതിൻ്റെ ഇരട്ടിയായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി കുറച്ചധികം ചേർത്താൽ നല്ലതായിരിക്കും. ബീഫിലൊക്കെ വെളുത്തുള്ളി കുറച്ചുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 4 പച്ചമുളകാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ നിറയെ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഞങ്ങൾക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടും പിന്നെ എന്താ പറയുക കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേണേൽ തയ്യാറാക്കട്ടോ. അത് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തണേ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം കത്തിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ മസാലപ്പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ സുർക്ക ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് സുർക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വിനാഗിരിന്നോ സുർക്കാന്നോ നിങ്ങളെന്താ പറയുന്നത് വെച്ചാൽ അത് മനസ്സിലാവുന്നവർക്കാണ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് 2 രീതിയിൽ പറഞ്ഞത് കേട്ടോ. നമ്മളിവിടെയൊക്കെ സുർക്കാന്ന് നമ്മൾ പറയല്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് എത്രയാണോ അത് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇനി പച്ച കടുക് ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡുമേ വെച്ചിട്ട് ഒരു കോയിൽ വെച്ചിട്ട് പതുക്കെ അങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് തൊലി കളഞ്ഞിട്ട് പച്ചക്കടുകാണ് ഇട്ടത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് പകരം ശർക്കരൻ്റെ ചെറിയ പൊട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ഒരു നന്നായി നല്ല ടേസ്റ്റിൽ പിടിക്കുള്ളൂ കേട്ടോ. അച്ചാറാകുമ്പോൾ നമ്മൾ ഈ സുർക്കയൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുന്നതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നല്ല തിക്കായി വന്നിനെ. ഇനി നമുക്ക് ഒന്നും കൂടി സുർക്ക വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ അച്ചാർ ഇതേപോലെ ബോട്ടിലാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് സുർക്കയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതിയേ. ഞങ്ങളിത് കഴിച്ചു നോക്കിയ സമയത്ത് പിന്നെ കുറച്ചും കൂടി സുർക്കയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സാക്കി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായി തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാനുള്ളത് ഇതേപോലെ ബോട്ടിലാക്കി കൊടുത്തിട്ട് വെയിറ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് എത്രയാണ് ബോട്ടിലിൻ്റെ വെയിറ്റ് ആദ്യം നോക്കി അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ബോട്ടിൽ നിറച്ചിട്ടാണ് കേട്ടോ കൊടുത്തത്. എന്നാലും അച്ചാറൊക്കെ അവർക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അച്ചാറൊക്കെ തയ്യാറാക്കി നോക്കേണ്ടവർ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി. ആദ്യം കുറച്ച് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ അധികമൊക്കെ ചെയ്ത് നോക്കിയാൽ മതിയേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.